പറഞ്ഞോ. അതിനെ ഞാനങ്ങനെ പോകുന്ന ആരോട് പറയാനാ, ആരോട് പറ്റും കാര്യമില്ല, വീട്ടിൽ പറ്റും കാര്യമില്ല, നാട്ടിൽ പറ്റും കാര്യമില്ല. ഇത്തെ ഫ്രണ്ടിൽ വാ, എന്താ ചോദിക്കുന്നില്ലേ? കശ്മീർ ഏക് ടയർ പേ. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ടയർ ഉണ്ടാ എൻ്റെ പൊന്നുമോനെ. ആ വിതർ 2 ടയർ തേക്കാനായി. നെ നീച്ചേ നിർത്താൻ്റെ ഓനിക്ക് പിന്നെ അല്ലാണ്ട് ഉപ്പാൻ്റെ ഞാൻ നിർത്തിയില്ല. പിന്നെയാന്ന് നീ പറഞ്ഞ്. അപ്പോൾ എൻ്റെ ചങ്ങായിമാരെ അഭ്യർത്ഥന പ്രകാരം ഡെയിലി കഞ്ഞിയാക്കുന്നത് ഞാൻ നിർത്തി. ഇന്ന് ഞാൻ മാഗി പിടിച്ച് നേരെ പമ്പിൻ്റെ പുറത്ത് വെച്ച് മാഗി. തക്കടോ നേരെ നോക്കി ഓടിക്കോ. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ പരമാവധി വെള്ളം നല്ലോണം കുടിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് ആയത് എന്നതാ, ഈ ടോൾ ഗേറ്റിൻ്റെ പേര് അറിയില്ല. ഓക്കെ ബൈ. എൻ്റെ അച്ഛൻ അങ്ങനെ നമ്മളെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല നമ്മളെ തമിഴ്നാട്ടിലെ മധുരയിലെ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്നാണ്? ഹരി. അണ്ണനല്ല, തമ്പിയാണ്. പേര് വിക്രം. അപ്പോൾ രണ്ടാളും കൂടി അടുത്തേക്ക് ചാർഖണ്ഡ് കിളമ്പറ, ഉത്തരാഖണ്ഡ് കിളമ്പറ. അപ്പോൾ അവർ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന സാധനം കയറ്റാൻ വേണ്ടിയാ. 2 പിള്ളേർ കൂടി 22 വയസ്സ് 19 വയസ്സ്. ഗൈസ് ഇന്നലെ ഞാൻ ഈ ഹോട്ടലിലാണ് കിടന്നത്. അപ്പോൾ എന്താ ഇവിടെയാണ് കിടന്നത്. നമ്മളെ ചെക്കനിൽ അടിയുണ്ട്. ചെക്കനിൽ 16 വയസ്സ് സീറ്റ്, 16 13 വയസ്സ് സീറ്റിലുണ്ട്. അപ്പോൾ മേച്ചാറേ ബൈ ബൈ. അപ്പോൾ തന്നെ താങ്ക് യു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ വെക്കാം. ഇങ്ങനെ 178ാമത്തെ ദിവസം. എൻ്റെ ചാർജർ മിസ്സായിട്ട് ഒരു വണ്ടിയിൽ ഞാനത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ 7 കിലോമീറ്റർ മുമ്പോട്ടുള്ളൊരു സ്ഥലത്താണ് അവർ നിർത്തിയിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് കളക്ട് ചെയ്യണം. അപ്പോൾ ഇനി അവിടുന്ന് കാണാം. നമ്മളെ നിർത്തിച്ചിട്ടുണ്ട്. അഫ്ഗാനോ? ഹലോ നയൻതാർ. അഫ്ഗാ അനു അഫ്ഗാ നിർത്തിച്ചിട്ട് ഒന്നിങ്ങനെ ആശ്രയിക്കണം, അല്ലെങ്കിൽ പൈസ വാങ്ങണം എന്നിട്ട് നിർത്തിച്ചിട്ട് വിടുന്നില്ല. ഞാൻ 2 കോയി നെയ്യായിരിക്കേ. അപ്പോൾ എന്തായാലും പറയാൻ കാണിച്ച മനസ്സിലാൻ അടിപൊളി. അപ്പോൾ നമ്മൾ റൈഡ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട്. ഗരം ജാഥാ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ബഹു തന്നെ താങ്ക് യു. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമുക്ക് മഴയും ഇപ്പം നല്ലൊരു തണൽ കിട്ടിയിട്ടുണ്ട്. ഇവിടുന്ന് പോകാൻ പോക്കാണ്. അപ്പോൾ എൻ്റെ ചാർജർ ഞാൻ എടുക്കാൻ പറഞ്ഞിരുതാ, ഇത് ആവേലി ഒരാൾ കൊണ്ടുതന്നു. നമ്മളിവിടുന്ന് പോകാൻ പോക്കാണ്. ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോക്കാണ്. ഭയ്യ താങ്ക് യു. ഓക്കെ പോരാ നമ്മളെ ചാർജർ എടുത്ത്. അപ്പോൾ ഇവിടുന്ന് പോക്കാം സാധനം എടുത്ത്. താങ്ക് യു.
ഗായ്സ് അങ്ങനെ ഞാൻ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ എൻ്റെ സൈക്കിൾ അവിടെ ഉണ്ട്. അവിടെ കണ്ട നല്ല അടിപൊളി കുളിക്കുന്ന സ്ഥലം. പോയി കുളിക്കണം എന്ന് പക്ഷേ റൂട്ട് അറിയില്ല. ഹലോ ചോട്ടു തൊട്ടാറിയ നല്ല അടിപൊളിയായിട്ട് കുളിക്കേണ്ട സ്ഥലം. ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമുക്ക് കൊണ്ട് ഐ വി കേട്ടോ. അപ്പോൾ ഗായ്സ് നല്ല ചൂട് പറഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരം ഇവിടെ കയറി നിന്നിട്ടുണ്ട്. ആടെ പോയി നോക്കുമ്പോൾ ആടെ സീറ്റിൻ്റെ ചൂട്. ഈ മരത്തിൻ്റെ വീട്ടിൽ കിടക്കാൻ നോക്കാം കുറച്ച് നേരം. ഇന്ന് കുറച്ച് മിനിറ്റ് ഓടിക്കാം. എന്താ അവിടെ കിടന്നിട്ടുണ്ട്. സൈക്കിൾ ആടിയുണ്ട്. ഇവിടെ വന്നുകൊണ്ട് നിൽക്കുമ്പോൾ എന്താ നമ്മളെ ഇവിടെ രാംദേവ് ജി കാ മന്ദിറിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വെള്ളവും ചായയെല്ലാം ഉണ്ടാവും. ഇവരെന്നെ വിളിച്ചു. അപ്പം അങ്ങോട്ടേക്ക് പോയിന്ന്. അഞ്ചാറേ ഹായ് ടീയേ എന്നെ വിളിച്ചിരുന്നു. വെള്ളം കുടിക്കാൻ എനിക്ക് വേണ്ട. പാടുന്ന ചായ കുടിച്ചോളാം. बहुत धन्यवाद जा रहा है. ठीक है अबे नहीं ठीक है अभी पीते नहीं अभी मैं अभी पीते पानी ओके ठीक है. കുറച്ച് വെള്ളം കുടിക്കാൻ അവർ തന്നില്ല എന്തായാലും. താങ്ക് യു. कौन सी जगह जा रहे हो? मैं कश्मीर जा रहा है. कन्याकुमारी से कश्मीर जा रहा है. साइकिल से एक ही टायर पे. तो 2000 किलोमीटर का हम कश्मीर मतलब 2000 किलोमीटर. हाँ बाकी है और बाकी है. अब वो राइट साइड में. तो यहाँ से तो आप हम ऐसे जा रहे हैं कन्याकुमारी से कश्मीर एक ही टायर पे. सनी DBZ बता चैनल कौन सा यूट्यूब चैनल? സനി DBZ. അപ്പോൾ സൈക്കിളാടിയുണ്ട്. റൈഡ് തുടങ്ങാൻ നോക്കാം. വെറും വെള്ളം കുടിച്ചത് അവർ സ്നേഹത്തോടെ തന്നുകൊണ്ട് വെള്ളം കുടിച്ചിട്ട് ഞാൻ യാത്ര പോകാൻ നോക്കാം. തുടങ്ങാൻ നോക്കാം. നല്ല വെയിലുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മൾ കുറേ ടോൾ ഗേറ്റ് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ടോൾ ഗേറ്റ് ആയത് എന്നതാ ഈ ടോൾ ഗേറ്റിൻ്റെ പേര് അറിയില്ല. ഓക്കെ അപ്പോൾ ഗായ്സ് അങ്ങനെ നമ്മളിതാ ഏകദേശം ഇപ്പോൾ സമയം 4:15-4:30 ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് ഒരു 2 പേര് പറയാമെന്നുണ്ടെങ്കിൽ നല്ല മൂഞ്ച് ദിവസമാണ്. ചൂട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്ത റേഞ്ച് ചൂടാണ്. താങ്ങാൻ വരെ പറ്റുന്നില്ല. കാരണം രാജസ്ഥാൻ ഇത്ര ചൂട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അടിപൊളി. ഓ മുടിക്കൊരു സാധനമുണ്ട്, അതൊന്നും നയിക്കട്ടെ. അപ്പോൾ അങ്ങനെ രാജസ്ഥാൻ മണ്ണുകളിലേക്ക് സനീതിൻ്റെ തീർത്ഥാടന യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എന്താ പറയുക, ഈ നേരം കടന്നു പോകുന്ന പറഞ്ഞാലേ എൻ്റെ കയ്യിലുള്ള ഇത്രയും അടിപൊളി പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്ര അടിപൊളി അടുക്കെ ഒരു വണ്ടി വരുന്നുണ്ട്. ഗാഡി നോക്കട്ടാ പൊന്നുമോനെ മാറി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓരോ പാട്ട് തന്നെ മോട്ടിവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പാട്ടുകളല്ല എൻ്റെ ഇത്രയും നല്ല പാട്ടുകളുണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ റൈഡ് തുടങ്ങാം. ആരോടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ തുടങ്ങി. ഈ കുന്ന് കയറുമ്പോൾ ചെറിയൊരു ബലം കൊടുക്കേണ്ടി വരും കാലിന്. കുന്നിറങ്ങത്തിൽ ബലം കൊടുക്കണ്ട. ന്യൂട്രൽ പിടിക്കാൻ പറ്റുന്നു. ഇപ്പം കുറച്ചധികം ന്യൂട്രൽ കിട്ടുന്നുണ്ട് കേട്ടോ, പഴയ പോലെയല്ല. ആഹാ എന്നാന്നേ നല്ല അടിപൊളി മധുരെല്ലാം കിട്ടിയ വീട്. ഓ കുറേ കാലത്ത് കാക്കേൻ്റെ ഒച്ച വെക്കുന്നു.
ഇവിടെ തീരാത്ത ഈച്ചയാണ്. ഈച്ച എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അന്ത റേഞ്ച് ഈച്ചയാണ്. റൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി വെള്ളം നല്ലോണം കുടിക്കണം. പിന്നെ അതുപോലെ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഇങ്ങനെ വരുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ നോക്കരുത്. ഓക്കെ, നല്ല അടിപൊളി ഫ്രെയിം അതാ. ഐസ് അപ്പോൾ കുറച്ച് സ്പീഡാക്കി ന്യൂട്രൽ പിടിക്കാം. നമുക്ക് പറ്റുമെന്നറിയില്ല, ജസ്റ്റ് ട്രൈ. അങ്ങനെ സ്പീഡാക്കിയിട്ടുണ്ട്. ആ ആ എൻ്റെ അച്ഛൻ നല്ല ചെക്കനാപ്പാ. നമ്മനെ പെങ്ങളെ കെട്ടിച്ചിരുന്നുണ്ടാ? മോട്ടർ പിടിക്കുന്നുണ്ട് വയസ്സ്. പറഞ്ഞോ, എന്നേക്ക് പറയാനുള്ള പറ. ഒന്നുമില്ലേ? പാവം എന്താ ഇങ്ങനത്തെ മുത്തിനല്ലേ ഞാൻ പറഞ്ഞേ. ഇപ്പം ന്യൂട്രൽ പിടിക്കുന്നത് അങ്ങനെ കുറേ ആ ബൈക്ക് വരെ കിട്ടൂല. എന്തായാലും വെറുതെ ട്രൈ ചെയ്ത് നോക്കാം. ആ എൻ്റെ വാ ആ ആ തുടങ്ങി. മനുഷ്യന്മാരെ കണ്ടേനാൽ ആദ്യം ഹായ് ബ്രോ എന്നല്ല പറയണ്ടേ, അല്ലാണ്ട് ഏയ് തക്കിടൂ നേരെ നോക്കി ഓടിക്കൂ. എന്താ ആംബിയൻസ് സ്ഥലം. കുറച്ച് തളർന്നാലെന്നാ സ്ഥലമെല്ലാം കാണുമ്പോൾ നല്ല മൂടാണ്. हम कश्मीर था, कश्मीर एक टायर पे. പിന്നെ ഇതിൻ്റെ അകത്ത് 2 ടയർ ഉണ്ടാ എൻ്റെ പൊന്നുമോനെ. ആ ഇതർ 2 ടയർ തേക്കാനേ. ആ നേനെ നീച്ചേ നിർത്താൻ്റെ മോനിക്ക് പിന്നെ അല്ലാണ്ട് ഉപ്പാൻ്റെ ഞാൻ നിർത്തിയില്ല. പിന്നെയാന്ന് നീ പറഞ്ഞിട്ട് എന്താ വൈകി സ്ഥലം. ഞാൻ എൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇതൊരു ആരും കേൾക്കാത്ത ഓഫീസറാടി. ഇനി ഏതും കുറിച്ച് വന്നോട് ചോദിക്കട്ടെ. ഇപ്പോൾ സോളോ റൈഡ് എങ്ങനെയുണ്ടെന്ന് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് അടിപൊളി ഫീലിങ്സാണ്. ഒന്നും പറയാനില്ല. ആരെക്കുറിച്ച് ചിന്തിക്കണ്ട. എവിടെയും കിടക്കാം, എന്തും ചെയ്യാം. നോ വറി. അപ്പോൾ വിഷയെല്ലാം കണ്ടില്ലേ നിങ്ങൾ? അടിപൊളിയല്ലേ? മുത്തേ ഫ്രണ്ടിലോ എന്താ ചോദിക്കുന്നില്ലേ? ഇതാരും കേട്ടില്ല. ഓ ബ്രോ അച്ഛാ ജഗ അവൾ പോട്ടെ. ആഹാ ഇല്ലേ അങ്ങനെ കത്തി എടുത്തിട്ട് വള്ളൊക്കെ കത്തി വരണം. ഇതിൻ്റെ WW ഓഹോ 100K 2.0. भैया साइड करो. हाय അക്ക സൈഡ് കൊടുത്തീനി 6 മില്ല് അല്ല 16 മില്ല്. ചെക്കൻ അങ്ങനെ പറഞ്ഞാൽ നമ്മളങ്ങ് പറഞ്ഞോളാം. ഞാൻ സുന്ദരനാണെന്നാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് വീണ്ടും സനീതിൻ്റെ തീർത്ഥാടന യാത്രയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. എന്ത് പറഞ്ഞോ? അതിനെ ഞാനങ്ങനെ പോകുന്നു. ആരോട് പറയാനാ? ആരോട് പറ്റും കാര്യമില്ല. വീട്ടിൽ പറ്റും കാര്യമില്ല, നാട്ടിൽ പറ്റും കാര്യമില്ല. കശ്മീർ മനസ്സിലാക്കേണ്ട ആരെങ്കിലും നമ്മളവസ്ഥ. बहुत धन्यवाद. ये भी चालू, कोई प्रॉब्लम नहीं. അതിന് താമത്തെ ഞാൻ ഓടിച്ച് കാണിക്കാം. കള്ളം കണ്ടുപിടിച്ച് വ്ളോഗ് എടുക്കുന്നുണ്ട്. ചോട്ട് ടീക്കേ കേരള. ബൈ ബൈ. കുറച്ചും കൂടി മുമ്പോട്ട് വന്ന ഏകദേശം ഒരു 4 കിലോമീറ്റർ വന്നിരുന്നതാ. അടുത്ത ടീം ചായ പിടിക്കാൻ വിളിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചായ പിടിക്കും എന്തായാലും. തളർന്നു. ബഹുത് ധന്യവാദ്. ഹായ് ഹായ്. അങ്ങനെ നമ്മളെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണല്ലേ നമ്മളെ തമിഴ്നാട്ടിലെ മധുരയിലെ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. എന്താ പേരെന്താണ്? ഹരി. അണ്ണനല്ല, തമ്പിയാണ്. പേര് വിക്രം. അപ്പോൾ രണ്ടാളും കൂടി അടുത്തേക്ക് ജാർഖണ്ഡ് കിളമ്പുറ, ഉത്തരാഖണ്ഡ് കിളമ്പുറ. അപ്പോൾ അവർ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നത് സാധനം കയറ്റാൻ വേണ്ടി. 2 പിള്ളേർ മൂടി 22 വയസ്സ് 19 വയസ്സ്. അടിപൊളി. പാക്കല എപ്പോ അത് പാക്കല സന്ധിക്കല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാൻ പോക്കാം. സംബന്ധിച്ച് എയർപോർട്ടിൽ സ്റ്റേറ്റസ് പറഞ്ഞിട്ടുണ്ട്. ബഹുത് ധന്യവാദ് ഭയ്യ, താങ്ക് യു. അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കാൻ പോക്കാം. ഓക്കെ. ചിത്ര 40-60. കാണുന്ന കേരള MVD. നീ എനിക്ക് പുല്ല് വിലയിലോടാ തരുന്നത്. ഓക്കെ. ഇനി എവിടെയാണ് വെക്കാനുള്ള സ്ഥലം? ഇനി എവിടെയും വെക്കാൻ സ്ഥലമില്ല, ഫുൾ. അപ്പോൾ എൻ്റെ ചങ്ങായിമാരെ അഭ്യർത്ഥന പ്രകാരം ഡെയിലി കഞ്ഞിയാക്കുന്നത് ഞാൻ നിർത്തി. ഇന്ന് ഞാൻ മാഗി പിടിച്ച് നേരപ്പം എൻ്റെ പുറത്ത് മാഗി മാഗി ബനായി. അപ്പോൾ നല്ല വിശപ്പുണ്ട്. 2 ദിവസമായിട്ട് ഫുഡൊന്നും അങ്ങനെ കയറുന്നില്ല. എന്നാൽ സംഭവം എനിക്ക് തിരിയുന്നില്ല. വെയിലിൻ്റെ ആണോ അല്ല മൈൻഡിൻ്റെ ആണോ അറിയില്ല. അപ്പോൾ എന്തായാലും മാഗി എന്നിട്ട് രാത്രി കഞ്ഞി വെക്കണം. കേരള. मिला था अभी. हाँ साथ आप उधर से? हाँ तो मैं आपकी ID ले ली थी. ഓ ठीक है. അപ്പോൾ മാഗി ആക്കുന്നു ഗൈസ്. അവിടെ ഒരു മുസ്ലിം ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതൊരു വൃത്തിയിട്ട മാഗിയാണ്. തിന്ന് നോക്കാം. എന്തായാലും മിക്കവാറും കളയിലായിരിക്കും ഞാനിങ്ങനെ ഈ മാഗിയൊന്നും ഞാൻ തിന്നില്ല. കുന്നംകുളം മാഗിയാണ്. നമ്മളെ സാധനം അങ്ങനെ സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല നമുക്ക് എന്തായാലും എൻ്റെ മനസ്സ് പറഞ്ഞ് നോക്കാം. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കെല്ലാം ക്ഷീണിച്ച് കണ്ടോ.
അങ്ങനെ ഗായ്സ് മാഗി ആക്കി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നല്ല വിശപ്പുണ്ട്, 2 ദിവസമായിട്ട് എൻ്റെ ഫുഡെല്ലാം അങ്ങനെ എന്തെല്ലോ ആണ്. അപ്പോൾ കഞ്ഞിയാക്കാൻ വെച്ചതാ, അങ്ങനെ കഞ്ഞി ആയിക്കൊണ്ടിരിക്കുന്നതാ. കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞി ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് റെഡിയാവും. നല്ല നിലാവുള്ള ചന്ദ്രൻ, നിലാവുള്ള രാത്രിയിൽ കഞ്ഞി. അന്തസ്. അപ്പോൾ എന്താ അങ്ങനെ നമ്മളെ കഞ്ഞി ഏകദേശം റെഡിയായി. അപ്പോൾ ഉണ്ട് നമുക്ക് കുറച്ച് അതിഥികളെ കിട്ടിയിട്ടുണ്ട്. ഓൾ ഇന്ത്യ റൈഡാൻ തോന്നുന്നു ബൈക്കിൽ. നമ്മളായിരുന്നു നോക്കുക. ഓക്കെ, അവർ മൈൻഡാക്കലാണ് സംസാരിക്കുക. ഞാൻ കുറേ നോക്കി, അവർ മൈൻഡാക്കൊന്നുമില്ല. അപ്പോൾ നമ്മളെ പണി നോക്കിയിട്ട് അനങ്ങാണ്ടങ്ങ് പോവാം. നല്ല കഞ്ഞി റെഡിയാകുന്നുണ്ട് ഗൈസ്.